പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷൻ. ഓഫീസിന് മഹാരാഷ്ട്ര ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ലെന്നും രജിസ്ട്രേഷൻ അപേക്ഷിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്നുമാണ് കണ്ടെത്തൽ. മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം സ്വദേശി അന്നയുടെ മരണത്തെ തുടർന്ന് രക്ഷിതാക്കൾ ഇവൈ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുനെയിലെ ഓഫീസിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അഡീഷണൽ ലേബർ കമ്മീഷണർ ശൈലേന്ദ്ര പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് പരമാവധി 9 മണിക്കൂറാണ് ജോലി സമയം, ആഴ്ചയിൽ 48 മണിക്കൂർ. 2007 മുതൽ പ്രവർത്തിക്കുന്ന ഓഫീസ് 2024 ഫെബ്രുവരിയിൽ മാത്രമാണ് രജിസ്ട്രേഷന് അപേക്ഷിച്ചത്. എന്നാൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി രജിസ്ട്രേഷൻ നിരസിച്ചു. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പരിക്കോ മരണമോ സംഭവിച്ചാൽ 6 മാസം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ചുമത്താവുന്ന കുറ്റമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇവൈ കമ്പനി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ജൂലൈ 20-നാണ് അന്ന കുഴഞ്ഞു വീണ് മരിച്ചത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബിൾ, അന്നയുടെ മരണശേഷം കമ്പനിക്കെതിരെ ഗുരുതരമായ പല പരാതികൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്പനിക്കെതിരെ മറ്റൊരു ആരോപണം അല്ലെങ്കിൽ മറ്റൊരു പരാതി, ഒരു നിയമവശപ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കമ്പനിക്കെതിരെയുള്ള ഈ ഒരു പുതിയ ഇതിൽ പറയുന്നത്? എന്താണ് ലേബർ കമ്മീഷൻ, അതായത് മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷൻ പറയുന്നത്? ശ്രുതി, അന്ന സെബാസ്റ്റ്യന് മരണം ഉണ്ടായ ആ കമ്പനി, അതായത് ഇവൈ കമ്പനിക്ക് രജിസ്ട്രേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വിവരം പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ സ്ഥാപനം 2007 മുതൽ അവിടെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇവർ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചത് ഈ 2024 ഫെബ്രുവരിയിൽ മാത്രമാണ്. നേരത്തെ 2007 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇത്രകാലം ഈ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാത്ത പശ്ചാത്തലത്തിൽ ഇവരുടെ അപേക്ഷ തള്ളുകയാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷവും ഈ സ്ഥാപനം അവിടെ തുടർന്ന് പ്രവർത്തിച്ചു എന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അന്നയുടെ മരണം സംഭവിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ മാതാപിതാക്കൾ അടക്കം വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. എന്താണെങ്കിലും രാജ്യത്തെ വലിയ ചർച്ചയാണ് ഈ വിഷയം. സ്വാഭാവികമായും ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ കമ്പനി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് എതിരെ കമ്പനീസ് ആക്ട് പ്രകാരം മറ്റ് നടപടികൾ ഉടൻ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ ഇവൈ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ, അതായത് ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെ മറ്റ് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ഈ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്നതാണ് മഹാരാഷ്ട്രയിലെ അഡീഷണൽ ലേബർ കമ്മീഷണറുടെ കണ്ടെത്തൽ എന്നാണ് ഇപ്പോൾ ഗുരുതരമായ വിഷയമായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ട വിഷയം ആയതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ വലിയ നടപടികൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ നടപടികൾ വരും ദിവസങ്ങളിൽ എത്രയും വേഗം തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരാതികൾ ഒന്നും, അതായത് പ്രത്യേകിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് തൊഴിലിടത്ത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള, പ്രത്യേകിച്ച് കൂടുതൽ സമയം ഉൾപ്പെടെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അന്നയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ അന്ന് ആരോപണം ഉന്നയിച്ചത്. സമാനമായ പരാതികൾ മറ്റു ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. അതാണെങ്കിലും കമ്പനിക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ വന്നതോടെ തന്നെ അനധികൃതമായി പ്രവർത്തിച്ച കമ്പനി എന്നതിലേക്ക് ഇവൈ കമ്പനി മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെയാണ് ഗുരുതര കണ്ടെത്തലുമായി മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.